ഹലോ അസ്സാം വലൈക്കും. ഇന്ന് രാവിലെ തന്നെ എണീക്കുമ്പോൾ പനിയായിട്ടാണ് എണീച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്തായാലും. ഇപ്പോൾ അവളെ കാണിക്കുന്നത് നമ്മൾ മാംഗ്ലൂർ ഹോസ്പിറ്റലാണ്. അപ്പോൾ കുറേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവൾക്കൊന്നും കുറവില്ല. എപ്പോൾ നോക്കിയാലും പനിയും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ബസ്സിലൊന്നും അല്ല, ബൈക്കിൽ തന്നെ പോകാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ അവിടെ ഹോസ്പിറ്റൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. എന്താണെന്ന് വെച്ചാൽ ആ പോകുന്ന ഒരു വഴിയാണല്ലോ. അപ്പോൾ ബൈക്കിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കയറി നോക്കുമ്പോൾ ഇവിടെ നല്ല ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഉണ്ട്. നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അർഷിച്ചേട്ടൻ നിങ്ങൾ നിൽക്കും, ഞാൻ പറഞ്ഞു അർഷിച്ചേട്ടൻ നിങ്ങൾ നിൽക്കും, നോക്കാം, നല്ല രസമുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണാനെന്നല്ല പറഞ്ഞിട്ട് ഫുള്ള് നല്ല രസമുണ്ട്. ഇത് മുകളിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കാണാനും. പിന്നെ അത്യാവശ്യം സിറ്റി സെൻറ്റർ തിരക്ക് തന്നെയല്ലേ, നിങ്ങൾക്ക് അറിയണ്ടല്ലോ, പറഞ്ഞ് തരേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രസമാണ് മൊത്തം പോവാൻ. പിന്നെ സമയം പോകുന്നത് നമുക്കറിയുന്നില്ല. നമ്മൾ ഓരോന്നും നോക്കുമ്പോഴേക്കും സമയം പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറേ സമയം നിന്നില്ല കേട്ടോ, നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ആകെ ഒരു അരമണിക്കൂർ കൂടുതൽ നിന്നിട്ട് പിന്നെ നല്ല വിശക്കാൻ തുടങ്ങി. അവിടെ നിന്ന് തന്നെ 2 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്ക് ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു, വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ടൈമും ലേറ്റായി. അപ്പോൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, നല്ല വിശപ്പെട്ടു. പിന്നെ വീട്ടിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഈസിലേക്ക് ഞാൻ ഒരു ബൂസ്റ്റൊക്കെ ആക്കി കൊടുത്ത്, ഡോക്ടർ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ കുടിക്കുന്നത് തന്നെയാണ്. പിന്നെ അവൾ കുളിച്ച് നല്ല സുന്ദരിക്കുട്ടിയായി കുളിച്ച് ഫ്രഷ് ആയിട്ടാകുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ബൈ ബൈയിൽ പറയുന്നുണ്ട്, എവിടെയല്ല കടപ്പുറം പോകാനാണ്. അത് കടൽ, അതായത് ബീച്ച്. നമ്മൾ കടൽ എന്ന് പറയല്, കടപ്പുറം പോകാമെന്നാണ് പറയാറ്. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ട് നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് അവിടെ നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഈസിലി നല്ല ഹാപ്പിയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുമ്പോൾ അതിനെ കൊണ്ടുപോയിട്ടാണ്, അത്ര ദൂരം പോകുമ്പോൾ നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ 3 പേര് തന്നെ ഇരിക്കുന്ന കാറാണ്. പിന്നെ നമ്മളെ കേരളത്തിൻ്റെ വണ്ടിയാണല്ലോ. അങ്ങോട്ട് കർണാടക പോകുമ്പോൾ കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് 3-4 ആളെ ഒന്നിച്ചിട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഉമ്മ ഒറ്റക്കാണ്. പിന്നെ ഞങ്ങൾ തന്നെ പോയി, അത് വരുന്നില്ല എന്ന് പറഞ്ഞ്. പിന്നെ കടപ്പുറം പോയിട്ട് ഈസിലി വെള്ളത്തിൽ വീഴുന്നത് തന്നെ പറയണം. പിന്നെയുള്ള കുറേ കളിയും കാര്യങ്ങളൊക്കെ കണ്ട് താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ്.